ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു ഫിഷ് ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പ്രശസ്തമായൊരു ഷെഫിൻ്റെ റെസിപ്പിയാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 2 അയല എടുത്തിട്ടുണ്ട്. അയല നല്ലതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നാരങ്ങ നീര് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ മീനിലേക്ക് പിടിക്കുകയുള്ളൂ മസാലയൊക്കെ. അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ലതുപോലെ ഈ മീനിലേക്ക് നമുക്കങ്ങ് മസാല തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതിൽ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ച് കിട്ടുകയുള്ളൂ. ഇവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഇത് ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടുതൽ അങ്ങ് മൊരിഞ്ഞ് അതിൻ്റെ ആ ഒരു മീൻ ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ കൂടുതൽ അങ്ങ് മൂത്ത് പോയാൽ അത് ജ്യൂസി അല്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അതിലെ അരപ്പൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡൂടെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇത് ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ദശക്കട്ടിയുള്ള നെയ്മീൻ, ആവോലി ഇങ്ങനെയൊക്കെയുള്ള മീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ അയല എടുത്തുന്നേ ഉള്ളൂ. ഇത് തിരിച്ചിട്ടുള്ള വലിയ മത്സ്യമാണെങ്കിൽ ഒന്നൊന്നായി വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാനൊക്കെ, ഒരുമിച്ച് വറുത്താൽ പൊടിഞ്ഞു പോകും മീൻ. ഇത് 2 സൈഡും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവിയും മീനിൻ്റെ ഒരു സത്തും തന്നെ പുറത്ത് പോയിട്ടില്ല. അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2-3 പച്ചമുളക് നമുക്കൊന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കറിവേപ്പില ഒന്ന് കയ്യിലൊന്ന് ഞെരടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി.
ഇനി നമുക്ക് തേങ്ങാപ്പാലിന് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എല്ലാ ആവശ്യത്തിനും ഇട്ട് കൊടുക്കുക, ഉപ്പ് കൂടിപ്പോകരുത്. മീനിൽ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തപ്പോൾ. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത് 2-3 മിനിറ്റ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഏത് മീനിലുണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ദശക്കട്ടിയുള്ള മീൻ ആയിരിക്കും ഇതിന് നല്ലത്. ഇത് മീൻ പിച്ച് ഈ ഗ്രേവിയിൽ മുക്കി ഇങ്ങനെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ